ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 492 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ദിവസം, ഈ മാസത്തെ ആദ്യത്തെ ദിവസം 1 മെയ് 2026, ഈ വർഷത്തിലെ 121 ദിവസമാണ്. ഉയർപ്പിന് ശേഷം 27 ദിവസമാണ്. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നീതിമാനായ യോസേപ്പ് ഇന്നത്തെ ലോകത്തിലെ ഒരു മാതൃക. നീതിമാനായ യോസേപ്പ് ഇന്നത്തെ ലോകത്തിന് ഒരു മാതൃക എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. നാം ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആ യോസേപ്പ് പിതാവിനെയും കൂടെ വെച്ച് ഒന്ന് തട്ടിച്ചു നോക്കിയാൽ നമുക്ക് ഏവർക്കും മനസ്സിലാവും ഇന്നത്തെ ലോകവും അന്നത്തെ ആ പരിശുദ്ധമായ ജീവിതത്തെക്കുറിച്ചും. കുടുംബം പുലർത്തുവാൻ കുലത്തൊഴിലായ മരപ്പണിയെ ആശ്രയിക്കുകയും കന്യകയായ തൻ്റെ ഭാര്യയെയും ഉണ്ണിയേശുവിൻ്റെയും സംരക്ഷകനായി ശിഷ്ടജീവിതം നയിച്ച് നിശബ്ദനായി കാലയവനികയ്ക്കുള്ളിൽ മാതൃകയാകുകയും ചെയ്ത യോസേപ്പിനെ കുടുംബജീവിതത്തിന്റെ ഉത്തമ മാതൃകകൾ തേടുന്ന ആധുനിക സമൂഹത്തിന് വിസ്മരിക്കുവാൻ നിർവാഹമില്ല എന്നതാണ് ഇതിന്റെ സാരം. പരിശുദ്ധ സുറിയാനി സഭകൾ ഉൾപ്പെടെ ലോകത്തിലെ ഭൂരിഭാഗം എപ്പിസ്കോപ്പൽ സഭകളും യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയാമിനെ നിത്യകന്യയായും നിത്യ വിശുദ്ധിയായും ദൈവമാതാവായും ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളായും സ്തുതി ബഹുമാനങ്ങൾക്ക് അർഹതയുള്ളവളായും നിത്യ സ്മരണാർഹയായും അംഗീകരിക്കുന്നു. എന്നാൽ രക്ഷാകര പദ്ധതിയിൽ യേശുവിന്റെ പിതാവായ യോസേപ്പ് ഇന്നോടൊപ്പം നിർവഹിച്ച അതിശ്രേഷ്ഠമായ പങ്ക് വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് വഴുതി പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോസേപ്പിനെ പറ്റിയുള്ള ആധികാരിക പഠനങ്ങൾ പല സഭകളിലും നന്നേ ചുരുക്കമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വിശുദ്ധനെ പറ്റി ചിന്തിക്കുന്നവരും ധ്യാനിക്കുന്നവരും അദ്ദേഹത്തിന്റെ അനുകരണീയമായ ജീവിതത്തിലെ സ്വഭാവ വിശിഷ്ടതകൾ വിശകലനം ചെയ്ത് പഠിക്കുന്നവരുമായി ധാരാളം വിശ്വാസികളും വേദശാസ്ത്രജ്ഞന്മാരും ഇപ്പോൾ ഉണ്ട്. വിശുദ്ധ യോസേപ്പിന്റെ അപൂർവ വ്യക്തിത്വം പുനർവിചിന്തനത്തിന് വിധേയമാക്കുവാനും ആധുനിക കുടുംബ സമൂഹ വ്യവസ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയെ മാതൃകയാക്കി ഉയർത്തിപ്പിടിക്കുവാനും ആംഗ്ലിയൻ, ലൂതറൻ സഭകളടക്കമുള്ള ലോകത്തിലെ എപ്പിസ്കോപ്പൽ സഭകൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. കുടുംബം പുലർത്തുവാൻ കുലത്തൊഴിലായ മരപ്പണിയെ ആശ്രയിക്കുകയും കന്യകയായ തൻ്റെ ഭാര്യയുടെയും ഉണ്ണിയേശുവിൻ്റെയും സംരക്ഷകനായി ശിഷ്ട ജീവിതം നയിച്ച് നിശബ്ദനായി കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്ത യോസേപ്പിനെ കുടുംബജീവിതത്തിന്റെ ഉത്തമ മാതൃകകൾ തേടുന്ന ആധുനിക സമൂഹത്തിന് വിസ്മരിക്കുവാൻ നിർവാഹമില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യോസേപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വൃദ്ധന്റെ രൂപമാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. തിരുക്കുടുംബത്തിൽ യോസേപ്പിന്റെ ചിത്രം ഏറെ വയസ്സ് ചെന്ന ഒരു പിതാവിൻ്റെതായിട്ട് വരച്ച് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായത്തെ കുറിക്കുവാൻ സുവിശേഷങ്ങളിലോ മറ്റു വേദഭാഗങ്ങളിലോ ഒരു തെളിവുമില്ല. ചില അപ്പോക്രിപ്പൽ പുസ്തകങ്ങളിൽ നിന്നാണ് യോസേപ്പിനെ പറ്റിയുള്ള ഏറെ വിവരങ്ങളും പ്രചരിച്ചിരിക്കുന്നത്. ആശാരിയായ യോസഫിന്റെ ചരിത്രം, ഫോട്ടോ എവൻ ഗേലിയം, വിശുദ്ധ കന്യകയുടെ ജീവിതം, മറിയയുടെ ജനന സുവിശേഷം എന്നിങ്ങനെയുള്ള ചില അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം യോസേപ്പ് ബേത്ലഹേമിൽ ജനിച്ചു. ആദ്യ ഭാര്യയുടെ പേര് ശലോമി. മറിയയെയും വിവാഹം ചെയ്തപ്പോൾ വയസ്സ് 89, മരണം 111 വയസ്സിൽ. ആ രേഖകളിൽ കാണുന്നത് AD 18 ഒക്ടോബർ 20 ഈ ലോകവാസം വെടിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ട് സഭകൾ അവയെ കാനോനികമായി അംഗീകരിച്ചിട്ട് ഇല്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യോസേപ്പിനോടുള്ള ഭക്തി ആദരവുകൾ
പ്രകടിപ്പിക്കുവാൻ വേണ്ടത്ര സന്ദർഭം ലഭിച്ചിട്ടില്ല എന്നത് ആണ് വാസ്തവം. റോമൻ കത്തോലിക്ക സഭ ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ കുറവ് നികത്തുകയും 1870 തന്നെ അദ്ദേഹത്തെ സഭയുടെ വിശുദ്ധനായ രക്ഷാധികാരി ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. അസംഖ്യം ദേവാലയങ്ങളും സ്ഥാപനങ്ങളും യൗസേപ്പിന്റെ നാമത്തിൽ സ്ഥാപിച്ചു. മാർച്ച് 19 അദ്ദേഹത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്നത് കൂടാതെ അഖില ലോക തൊഴിലാളി ദിനമെന്ന് നാം ഘോഷിക്കുന്ന മെയ് 1 വിശുദ്ധ യൗസേപ്പിനോടുള്ള പ്രത്യേക മധ്യസ്ഥത യാചിക്കുന്ന ദിവസമായി ആചരിച്ചു വരുന്നു. ഇന്ന് മെയ് 1 നാം അത് മറക്കാതിരിക്കുക. യൗസേപ്പിനെ പറ്റി ആദിമ സഭാപിതാക്കന്മാർ ഏറെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒറിജൻ, റേനിയസ്, നൈസായിലെയും നാസിയാൻസിയിലെയും ഗവർഗീസുമാർ, അപ്രേം, സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ്, ജെറോം, അലക്സാന്ദ്രിയയിലെ കൂറിലോസ് മുതലായവർ യൗസേപ്പിന്റെ സമാദരണീയ മാതൃകകൾ ചൂണ്ടിക്കാണിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീൻ പറയുന്നത് ഇപ്രകാരമാണ്: തന്റെ കന്യകാത്വത്തിന് സാക്ഷിയാകുവാൻ ദിവ്യ ശിശുവിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് മറിയം യൗസേപ്പിനെ ഭർത്താവായി സ്വീകരിച്ചത്. ബർണാഡ് എന്ന വിശുദ്ധൻ പറയുന്നു, ദൈവത്തിന്റെ സൃഷ്ടികളിൽ സർവോത്തമയായിരുന്ന മറിയമിന്റെ ഉത്തമ സഹകാരി ഈ ഭൂമിയിൽ യൗസേപ്പ് ആയിരുന്നു എന്ന് ആണ്. ഊർശലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും സ്ലീഹായും സഹതായുമായ യാക്കോബ് യൗസേപ്പിന്റെ ആദ്യ ഭാര്യയിലെ മകനും യൗസേപ്പിന്റെ സഹോദരനും ആയിരുന്നുവല്ലോ. കർത്താവ് തന്റെ ഉയർപ്പിന് ശേഷം തന്റെ ജ്യേഷ്ഠ സഹോദരന് പ്രത്യക്ഷപ്പെടുകയും അനേകം രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തുകയും ചെയ്തു എന്ന് 1 കൊരിന്ത്യർ 15:17 പറയുന്നുണ്ട്. വിശുദ്ധ ബലി അർപ്പിക്കേണ്ട ക്രമവും പ്രാർത്ഥനകളും പഠിപ്പിച്ചു. യേശുക്രിസ്തു പറഞ്ഞു, കേൾപ്പിച്ചതിനോട് താൻ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്ന് യാക്കോബ് പറഞ്ഞതിൽ വിശുദ്ധ ദിവന്നാസ്യോസ് ബെർസലീബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൗസേപ്പിനെ പറ്റി ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. അവൻ നീതിമാനായിരുന്നു എന്ന് 1:19 പറയുന്നുണ്ട്. എന്നാണ് സുവിശേഷം അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. അതായത് യൗസേപ്പിനെ പറ്റി ഏറ്റവും കൂടുതൽ വിവരങ്ങൾ പറഞ്ഞതിൽ ഒന്ന് അവൻ നീതിമാനായിരുന്നു എന്നതാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീതിമാൻ ആരാണ്? അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ, എപ്പോഴും നീതിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ, നഷ്ടങ്ങൾ സഹിച്ചാണെങ്കിൽ പോലും തന്റെ പ്രതിജ്ഞകൾ നിറവേറ്റുന്നവൻ, ദാനശീലൻ, മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുകയും അവരോട് സത്യം പ്രവർത്തിക്കുകയും ചെയ്തവൻ, ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവൻ എന്നൊക്കെ ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നു. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുറള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദയായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, യൗസേപ്പിനെ ദൈവകൽപ്പന അനുസരിച്ച് തന്റെ ഭാര്യയോട് പ്രതിജ്ഞ നിറവേറ്റുന്ന ഒരു നീതിമാനായ ഭർത്താവായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദാവീദ് വംശത്തിൽ ജനിച്ച യൗസേപ്പിനെ മാലാഖയുടെ അരുളപ്പാട് ലഭിച്ചപ്പോൾ അവൻ തന്റെ ആശങ്കകൾ മാറ്റി കൊണ്ട് മറിയാമിനെ ചേർത്തുകൊള്ളുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. യേശുവിനെയും അമ്മയായ മറിയെയും സംരക്ഷിക്കേണ്ടുന്ന ചുമതല യൗസേപ്പ് വിശ്വാസം മൂലം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ദൈവിക വെളിപാടുകളിൽ മാത്രം ആശ്രയിച്ച് മാലാഖ തന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്ന വിശ്വസ്തനും നീതിമാനുമായ ഒരു വ്യക്തിയായിട്ടാണ് യൗസേപ്പിനെ നാം സുവിശേഷങ്ങളിൽ ദർശിക്കുന്നത്. മരണം വരെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് മറിയയുടെ കന്യകാത്വം അഭംഗുരം കാത്തു സൂക്ഷിച്ച അസാധാരണമായ ത്യാഗ മനസ്ഥിതി യൗസേപ്പിൽ നാം ദർശിക്കുന്നു. യൗസേപ്പിനെ യേശുവിന്റെ ജനന സമയത്ത് 89 വയസ്സുള്ള ഒരു വൃദ്ധനായിട്ടാണ് അപ്പോക്രിപ്പായിൽ എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചുവല്ലോ. പ്രശസ്ത വാഗ്മിയും വേദശാസ്ത്രജ്ഞനുമായ ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീൻ ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത് ശ്രദ്ധിക്കുക. യൗസേപ്പ് ഒരു പടുവൃദ്ധനായിരുന്നുവെങ്കിൽ കൈകൾ നഷ്ടപ്പെട്ട ഒരുവൻ ആരെയും അടിക്കാതിരിക്കുന്നത് പോലെയും മഹത്വം മാത്രമേ
മഹത്വം മാത്രമേ അവകാശപ്പെടുവാൻ അവന് കഴിയുമായിരുന്നുള്ളൂ. മനുഷ്യാവതാര രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തിൽ യോസേപ്പ് എത്രമാത്രം സഹകരിച്ചുവെന്ന് നാം മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം ദൈവവചനത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് എടുത്ത തീരുമാനങ്ങൾ ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നീതിമാനായ യോസേപ്പ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയ്ക്ക് അപമാനവും മരണവും വന്നു ചേരാൻ ആഗ്രഹിച്ചില്ല എന്ന് എന്ത് ത്യാഗം സഹിച്ചും ഭർത്താവിന്റെ പ്രതിജ്ഞ നിറവേറ്റുന്ന യോസേപ്പ് മറിയയുടെ ശുഭകാംക്ഷിയാണെന്ന് സ്വയം ശുഭകാംക്ഷിയായിരുന്ന് സ്വയം അപമാനം ഏൽക്കുന്നു. ലോകത്തിന്റെ പാപം മുഴുവനും വഹിക്കാൻ വന്ന സഹനദാസനായ നസറേത്തുകാരൻ യേശുവിന് അനുയോജ്യമായ പിതാവ് തന്നെയായിരുന്നു യോസേപ്പ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകും. ക്ഷമിക്കുവാനും മറക്കുവാനും ദൈവഹിതത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാനും യോസേപ്പിൽ നിന്ന് യേശു പഠിച്ചിരുന്നുവെന്നും നമുക്ക് മനസ്സിലാകും. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ബലിയാടാക്കുവാൻ ഒരു സങ്കോചവും കാണിക്കാത്ത ആധുനിക ലോകത്തിൽ യോസേപ്പ് നിസ്വാർത്ഥ സേവനത്തിന്റെ ഉത്തമ സാക്ഷിയായി പ്രശോഭിക്കുന്നു. ലൈംഗികതയുടെ അതിപ്രസരത്തിൽ ദൈവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും സ്ത്രീകൾക്കെതിരെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളും മൃഗീയമായ പീഡനങ്ങളും നടമാടുകയും ചെയ്യുന്ന ഇന്നത്തെ കാലയളവിൽ ദൈവകൽപ്പന കേട്ട് അനുസരിച്ച് താൻ വിഭാഗം ചെയ്ത കന്യകയുടെ വിശുദ്ധിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് പരിപൂർണ ബ്രഹ്മചാരിയായി വർത്തിക്കുകയും കുടുംബത്തോടുള്ള തന്റെ കടമകൾ വിശ്വസ്തയോടെ നിറവേറ്റുകയും ചെയ്ത യോസേപ്പ് യുവതലമുറയ്ക്ക് എന്നും ഒരു വെല്ലുവിളിയായി തന്നെ നിലകൊള്ളുന്നു. ആ വിശുദ്ധന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു മെയ് മാസം നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരം.